Good afternoon. Today we are going to discuss another new topic, non-verbal communication. In the last class, we had a discussion on verbal communication. Now we are going to discuss a non-verbal communication. Non-verbal communication means communication without using words. Verbal means words. Non-verbal means uh, communication without using words. Non-verbal communication is the communication without using words. Albert Rabin, a professor of psychology, estimates that 55% of the impact of messages through non-verbal modes. അല്ലെ, അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മറ്റൊരാളുമായിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ 55% നമ്മൾ പാസ് ചെയ്യുന്ന ആ ഒരു മെസ്സേജിന്റെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നോൺ വെർബൽ മോഡിലൂടെയാണ്. അല്ലെ, ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സുകളല്ല 55% മെസ്സേജസും ആളുകൾക്ക് മനസ്സിലാവാൻ സഹായിക്കുന്നത്. അല്ലെ, ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? വേർഡ്സ് ഉപയോഗിക്കാറുണ്ട്. ആ വേർഡ്സ് മാത്രമല്ല എന്ത് മെസ്സേജ് പാസ് ചെയ്യുന്നത്. അല്ലെ, അതിൽ 55% മെസ്സേജ് പാസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് നോൺ വെർബൽ മോഡാണ്. ഏതിനേക്കാളും? വെർബൽ മോഡിനേക്കാളും. അല്ലെ, നോൺ വെർബൽ മീൻസ് നോക്കി നിങ്ങൾ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി വിഷ്വൽ ആൻഡ് ഓഡിറ്ററി. അല്ലെ, എന്താവാം? വിഷ്വൽ ആവാം, ഓഡിറ്ററി ആവാം. അല്ലെ, അപ്പൊ നോക്കി നിങ്ങൾ, ഇപ്പം നോൺ വെർബൽ മീൻസ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറഞ്ഞുതരാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് നമ്മൾ പറഞ്ഞു വിത്തൗട്ട് യൂസിങ് വേർഡ്സ്. അല്ലെ, വേർഡ്സ് ഉപയോഗിക്കാതെയും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഏത് വഴി? നമ്മൾ ചില സിമ്പിളുകൾ ഉപയോഗിക്കാറുണ്ട്, സൈനുകൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെ, നമ്മള് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാറുണ്ട്, ബോഡി ലാംഗ്വേജസ് ഉപയോഗിക്കാറുണ്ട്, ചില സൗണ്ടുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെ, ചില പ്രത്യേക സിഗ്നലുകൾ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ സിഗ്നൽ സൗണ്ടുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെ, അതാണ് ഇവിടെ പറയുന്നത് നോൺ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി വിഷ്വൽ ആവാം. അല്ലെ, വിഷ്വൽ മീൻസ് കാണാൻ പറ്റുന്നത്, സിംബലുകള്, സൈനുകള്, അല്ലെ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജെസ്റ്റേഴ്സ്, ഫിസിക്കൽ അപ്പിയറൻസ്, ഇതൊക്കെയാണ് എന്തിൽ പെടുന്നത്? വിഷ്വൽ ആണ്, കാണാൻ പറ്റും. ഓഡിറ്ററി മീൻസ് നമ്മൾ ചില സൗണ്ടുകളൊക്കെ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വേർഡ്സ് അല്ല, ചില പെർട്ടിക്കുലർ സൗണ്ടുകൾ. അപ്പം സൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഓരോ നമ്മൾ ഉപയോഗിക്കുന്ന സിഗ്നലുകള്, സിംബലുകള്, അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഐ കോണ്ടാക്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്. ഇല്ല, നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സ്റ്റുഡന്റ് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത്, അല്ലെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ അപ്പിയറൻസും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു സിംഗിൾ വേർഡ് പോലും നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, നിങ്ങളുടെ ജെസ്റ്റേഴ്സ്, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അല്ലെ, നിങ്ങളുടെ പോസ്ചർ, ഇതൊക്കെ കാണുന്ന സമയത്ത് തന്നെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ സംസാരിക്കും. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് സംസാരിക്കും, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് സംസാരിക്കും, നിങ്ങളുടെ ജെസ്റ്റേഴ്സ് സംസാരിക്കും. അല്ലെ, അപ്പൊ ഈ പറഞ്ഞ വേർഡ്സ് അല്ലാതെ അഡീഷണൽ ഈ വക സാധനങ്ങളെല്ലാം തന്നെ എന്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എക്സാമ്പിൾസ്, അല്ലെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾസ് ആണ് സിമ്പിൾ, സൈൻസ്, സൗണ്ട്, ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി postures, gestures, physical appearance, and even silence also come under the category of non-verbal communication. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അല്ലെ, അപ്പൊ വേർഡ്സ് മാത്രമല്ല, വേർഡ്സ് അല്ലാതെയും, അല്ലെ, വിത്തൗട്ട് യൂസിങ് വേർഡ്സ് ഓൾസോ എന്ത് പോസിബിൾ ആണ്? കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അല്ലെ, അപ്പൊ നോക്കാം, ഓരോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എലമെന്റ്സിനെയും നമുക്ക് നോക്കാം, ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് നോക്കാം. ഫസ്റ്റ് സിംബൽസ് ആൻഡ് സൈൻ. നമ്മൾ വ്യത്യസ്ത സിംബലുകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെ, സൈനുകൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെ, അപ്പം ഈ സിംബൽസും സൈനുകളും നമ്മൾ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? എവിടാ ഉപയോഗിക്കാറ്? എവിടെ? സിംബൽസ് ആൻഡ് സൈൻസ് ആർ യൂസ്ഡ്
where one-way communication is adequate and effective. അല്ല ഇപ്പൊ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മള് സൈനുകൾ ഉപയോഗിക്കും, സിമ്പലുകൾ ഉപയോഗിക്കാറുണ്ട്. എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കും നോക്കി നിങ്ങൾ, പെട്രോൾ പമ്പുകൾ ഉപയോഗിക്കാറുണ്ട്, സ്റ്റയർസ് ഉണ്ടെങ്കിൽ, ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അല്ലെ, ടോയ്ലറ്റിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റയർ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റയറിന്റെ പിക്ചേഴ്സ് നമ്മൾ സിമ്പലുകൾ സൈനുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പം പിന്നെ ഇവ എന്ത് ഇൻസ്റ്റന്റ് ആയിട്ട് മെസ്സേജ്, അതും വൺ വേ ആണ് അല്ലെ. അപ്പം ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് പാസ് ചെയ്യാനുള്ളതാണ്, ഒരു ഇന്ററാക്റ്റീവ് അല്ല അല്ലെ. അപ്പം വരുന്ന ആളുകൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം. എന്ത്, സ്റ്റയർ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉണ്ട് അല്ലെ, പെട്രോൾ പമ്പ് ഉണ്ട് അല്ലെ, അതിനുള്ള ഒരു സിമ്പിളുകൾ സൈനുകൾ കൊടുക്കുക അല്ലെ. അപ്പൊ അതൊരു ഇൻസ്റ്റന്റ് ആയിട്ട് മെസ്സേജ് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അത് മാത്രമല്ല വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ സിമ്പിളും സൈനും ഉപയോഗിച്ച് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അല്ലെ. The language barriers also can be reduced with the help of non-verbal signs. അല്ലെ, ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഒരു സ്റ്റെയർ ആണ്, ടോയ്ലറ്റ് ആണ്, റെയിൽവേ സ്റ്റേഷൻ ആണ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, സിമ്പലുകളും സൈനുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് എന്തിനെ സഹായിക്കും, ഹെൽപ്പ് us ടു റെഡ്യൂസ് എന്തിനെ ലാംഗ്വേജ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ആ നാട്ടിലുള്ള ലാംഗ്വേജ് അറിയില്ല, ഇപ്പൊ നമ്മൾ ചൈനയിൽ പോവാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ പോവാണ്, ആഫ്രിക്കയിൽ പോവാണ്. അപ്പൊ അവിടെ ഈ ഈ പറഞ്ഞ ഈ ടോയ്ലറ്റ് ആവട്ടെ, സ്റ്റേഴ്സ് ആവട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ, അതിന്റെ സൈനും സിമ്പിൾസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂടാ, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേ ചൈനീസിലോ ആഫ്രിക്കൻ ലാംഗ്വേജിലോ എഴുതി വെച്ചാൽ എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. അതാ അവിടെ പറയുന്നത്, ലാംഗ്വേജ് ബാരിയേഴ്സ് ഓൾസോ ക്യാൻ ബി റെഡ്യൂസ്ഡ് with the help of non-verbal signs. This is why the majority of the international tourist places use the sign of toilet, exit and stairs instead of words. Okay. നെക്സ്റ്റ് നോക്കാം നമുക്ക്, ജസ്റ്റേഴ്സ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നെക്സ്റ്റ് വരുന്നത്. ജസ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് അല്ലെ. സിമിലർലി കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് വിത്ത് ജസ്റ്റേഴ്സ് അല്ലെ. അപ്പൊ ജസ്റ്റേഴ്സ് ആംഗ്യ ഭാഷയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമുക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ക്രിക്കറ്റ് അമ്പയർ ആൻഡ് എ ഫുട്ബോൾ റെഫറി ക്യാൻ പാസ് ദി ഇൻസ്റ്റന്റ് മെസ്സേജ് ടു പ്ലെയേഴ്സ് ബൈ യൂസിങ് ജസ്റ്റേഴ്സ്. നോക്കി നിങ്ങൾ അല്ലെ, ക്രിക്കറ്റ് അമ്പയർ ഉപയോഗിക്കാറുണ്ട്, ഫുട്ബോൾ റെഫറീസ് ഉപയോഗിക്കാറുണ്ട്. ഇൻസ്റ്റന്റ് മെസ്സേജസ് ആണ് പാസ് ചെയ്യുന്നത്, അത് വേർഡ്സ് ഉപയോഗിച്ചാൽ കറക്റ്റ് ആവില്ല അല്ലെ. അപ്പം പിന്നെ ജസ്റ്റേഴ്സ് എന്തിനു ഉപയോഗിക്കാറുണ്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് അമ്പയേഴ്സ് ആൻഡ് ഫുട്ബോൾ റെഫറീസ് അല്ലെ. ഇൻസ്റ്റന്റ് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റേഴ്സ് നമ്മൾ ഇതുപോലെ തന്നെ സൈനിനെ കുറിച്ചും സിമ്പലുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റന്റ് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നോക്കൂ, വേരിയസ് സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ് 45% ഓഫ് കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ത്രൂ നോൺ വെർബൽ മോഡ്. അപ്പോ 45% കമ്മ്യൂണിക്കേഷനും നടക്കുന്നത് ഏതിലൂടെയാണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അല്ലെ, അല്ലാതെ വേർഡ്സിലൂടെയല്ല. ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആർ കോംപ്ലിമെന്റഡ് ഈച്ച് അതർ അല്ലെ. ഈ പറഞ്ഞ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ കോംപ്ലിമെന്റഡ് ആണ്, ഒന്ന് മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ആവണോ, കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം, ഒരു എഫക്റ്റീവ് ആൻഡ് ഐഡിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ കോമ്പിനേഷൻ ആയിരിക്കും, വെർബൽ ആൻഡ് നോൺ വെർബൽ മോഡുകളുടെ ഒരു എന്തായിരിക്കും, ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ജുഡീഷ്യസ് യൂസ് ഓഫ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദ പർപ്പസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കണം, നമ്മൾ വിവേകത്തോട് കൂടി ഉപയോഗിക്കണം അല്ലെ. ഇപ്പൊ നമുക്കറിയാം എങ്ങനെ ജുഡീഷ്യസ് ആയിട്ട് വിവേകത്തോട് കൂടിയിട്ട് രണ്ട് മോഡുകൾ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ, ഇപ്പൊ നമ്മള് പിന്നെ ട്രാഫിക്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ വേർഡ്സിൽ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ, ഇത്രയും അല്ലെ 4 ഡയറക്ഷനൊക്കെ വാഹനങ്ങൾ വരുന്ന സമയത്ത് അവിടെ വേർഡ്സിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വരുന്ന വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് അത് വായിക്കാൻ സമയം ഉണ്ടാവുമോ, വായിക്കാൻ സമയം കിട്ടില്ല അല്ലെ. അത്രയും വാഹനങ്ങള് റഷ് ചെയ്ത് വരികയാണ്. അപ്പൊ അത് വായിച്ച് അതിനനുസരിച്ച് പിന്നെ വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ അവര് ഗ്രീൻ സിഗ്നൽ കൊടുക്കണം. അവിടെ നോൺ വെർബൽ മോഡാണ് ഉപയോഗിക്കുന്നത്. ഗ്രീൻ സിഗ്നൽ ആകുമ്പോഴേക്കും ഇൻസ്റ്റന്റ് മെസ്സേജ് പാസ് ചെയ്തു അല്ലെ. റെഡ് ആണെങ്കിൽ അറിയാം സ്റ്റോപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ റെഡ് ആണെങ്കിൽ ഇപ്പോൾ അല്ലെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പ്ലീസ് സ്റ്റോപ്പ് നൗ നോക്കുന്ന സമയത്ത് അത് പലപ്പോഴും എന്തില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് മെസ്സേജ് പാസ് ചെയ്യില്ല അല്ലെ. അത് വായിക്കേണ്ടതായിട്ട് വരും. എന്നാലോ അല്ലെ, അതാ ഇവിടെ പറയുന്നത്, ജുഡീഷ്യസ് യൂസ് ഓഫ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി പർപ്പസ് ഈസ് വെരി important. Verbal and non-verbal communication are supportive and complementary to each other.
അല്ലെ? അപ്പൊ ഒന്നില്ല രണ്ടെണ്ണവും എന്ത് ചെയ്യണം? വെർബൽ മോഡാവട്ടെ നോൺ വെർബൽ മോഡാവട്ടെ, ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് have to be supportive and complementary to each other. അല്ലെ? പരസ്പരം സപ്പോർട്ട് ചെയ്യണം. അല്ലെ? ഒന്നില്ലാതെ കമ്മ്യൂണിക്കേഷൻ എന്തില്ല, ഒരിക്കലും തന്നെ എഫക്റ്റീവ് ആവില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് നോൺ വെർബൽ communication. Okay, let us stop here. See you soon. Okay, bye.